എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇന്നോവ. അപ്പോൾ അത് മോഡിഫൈ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 360 മോട്ടോറിങ്ങിനെ പരിചയപ്പെടുന്നതും ദിലീപിനെ പരിചയപ്പെടുന്നതും. അവർ തന്ന ഐഡിയ വെച്ച് ഇത് ചെയ്തതാണ്. പൊതുവേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നോവ മോഡിഫൈ ചെയ്യണമെന്ന്. എല്ലാവരും കാർ ചൂസ് ചെയ്യുമ്പോൾ ഇന്നോവ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നോവ ഒന്നുകൂടി കംഫർട്ടായിട്ട് തോന്നി, അതുകൊണ്ട് മോഡിഫൈ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 360 നന്നായിട്ട് ചെയ്തു. അവരുടെ സപ്പോർട്ട് നല്ല അധികം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാറാണ്. വൈറ്റ് ബോഡി, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വൈറ്റ് ബോഡിയാണ്. പിന്നെ കളർ ചൂസ് ചെയ്തതിൽ ഓൾറെഡി 360 മോട്ടോറിങ് അവർ ഹെൽപ്പ് ചെയ്തു നന്നായിട്ട്. ഒരു കളർ വെറൈറ്റി കളർ വേണമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീൽ 17 ഇഞ്ചാണ്, 10.5J ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീൽ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീൽസ് സെലക്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും. പൊതുവേ റെസ്പോൺസ് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല റെസ്പോൺസാണ്. പൊതുവേ നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ വൈറ്റ് ബോഡി ചെയ്യണം എന്ന് ഒരു ഫസ്റ്റിലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ്, പൊതുവേ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണെങ്കിലും എസ്പെഷ്യലി ഡ്രൈവിംഗ് ആണെങ്കിലും നല്ല കംഫർട്ടാണ്. ടയർ മാറ്റിയതുകൊണ്ടും അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല. പൊതുവേ എല്ലാം കൊണ്ടും നല്ല റെസ്പോൺസാണ്. ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് കളറാണ്. കളർ ഒരു വെറൈറ്റിയാണ്. ഇവിടെ പൊതുവേ ഒരു വണ്ടിയിലും കാണാത്തൊരു കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് പറയുന്ന പോലെ തന്നെ വീലും അതേപോലെ തന്നെ പൊതുവേ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് എടുക്കാനൊരു ആഗ്രഹം എന്ന് പറയുന്നത് എക്കോഡാണ്. എക്കോഡ് പൊതുവേ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അടുത്തൊരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് എക്കോഡാണ്. ഇത്രയും നന്നായി സപ്പോർട്ട് ചെയ്ത 360 മോട്ടോർ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.